സ്ഥലത്ത് ഭൂമിയിൽ മുളച്ചതാണത്. ഒന്ന് ഊദ്, മണവസ്തു, സുഗന്ധദ്രവ്യ. ഊതില്ല, ഊത് പെർഫ്യൂം, നല്ല മണമുള്ള അത് വേണോ? ഇടക്കിടക്ക് മേളെല്ലാം മണിപ്പിക്കണം, സുന്നത്താണത്. നബി തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല എപ്പോഴും മണക്കുന്ന ശരീരമാണെങ്കിൽ ബുദ്ധിയും കൂടും. ഓൻ കുളിക്കാണ്ട് നാളെ പിന്നീട് ബുദ്ധി കൂടും. മൻ താബ റീഹുഹു സാദ അഖലുഹു മൻ നളഫ സൗബുഹു ഖല്ല ഹമ്മുഹു. ഇമാമുനാ ഷാഫിഈ. ഒരാളുടെ ഡ്രസ്സ്, അവന്റെ എന്താ പറയാ, ഡ്രസ് എപ്പോഴും നല്ല വട്ടം, നല്ല ചേലും, നല്ല ഉഷാർ, ഇസ്ത്രി എല്ലാം ഇട്ട് എപ്പോഴും നല്ല വൃത്തി, നല്ല സെറ്റ് എങ്കിൽ കല്ലാമോ അവന്റെ ടെൻഷൻ കുറയും. ഇത് ഇന്നിട്ട് ആ ഷർട്ടിന് അടുത്ത വെള്ളിയാഴ്ചയോളം മാറ്റാം. തുണി അങ്ങനെ ചുരുണ്ടിട്ട് മുട്ടിനടക്കെത്തി. അങ്ങനല്ല, അത് നല്ല വെടിപ്പിലും വൃത്തിയിലും പോണം. ഇത് തൊക്കിന്റെ അടി മഞ്ഞ പോയിട്ട് കറുത്തിന്. ഓരോരുത്തരുടെ ഡ്രസ്സ് കാണണോ? അങ്ങനല്ല, കിടാക്കെല്ലാം നോക്കണം. സുബൈക്ക് മദ്രസക്ക് വരുന്ന ഓരോന്നും ഉസ്താദുമാർ, ചില ഉസ്താദുമാർ മൂക്കിലേക്ക് ക്ലിപ്പിട്ടിട്ട് വരുന്ന മാർസിലേക്ക്. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ലേ, ചിരിക്കുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ക്ലിപ്പ് ഇടുന്നാണ് എടുക്കുന്നത്. കുളിക്കേല, പല്ലേക്കേല. അതേ വസ്ത്രത്തിൽ ഒരാൾ വസ്ത്രം നന്നായി കഴിഞ്ഞാൽ, വൃത്തിയായാൽ അവന്റെ ടെൻഷന് മാറും, അവന്റെ മാനസിക സംഘർഷം മാറും. ഒരാളെപ്പോഴും സെന്റ് തേക്കുന്നവനാണെങ്കിൽ, മണക്കുന്നവനാണെങ്കിൽ അവന്റെ മൈൻഡ് വർക്കാവും കേട്ടോ, അവന് ബുദ്ധി കൂടും കേട്ടോ, അവന് മെമ്മറി പവർ കൂടും കേട്ടോ. ഈ മണവസ്തുണ്ടായത് ആദം നബിന്റെ കണ്ണിൽ നിർത്തിയ സ്ഥലത്താണ്. ഒന്ന്. പിന്നൊന്ന് ചന്ദനം, ശ്രീഗന്ധ, അതും ആദം നബിന്റെ കണ്ണ് നീറുറ്റിയ സ്ഥലത്തുണ്ടായ ചെടിയാണത്. പിന്നൊന്ന് വസഞ്ചബീൽ, ഇഞ്ചി, ജിഞ്ചർ. വണ്ണേല ഭയങ്കര വെറൈറ്റി സാധനത്തിന് ഭയങ്കര വിലയുണ്ട്. ഭയങ്കര ആരോഗ്യദായക വൈറ്റമിൻ ഉള്ള സാധനോ, ഭയങ്കര വിലയുള്ള സാധനോ. ഇഞ്ചിട്ട വെള്ളം എപ്പോഴും കുടിക്കണം, നല്ലതാണ്. ഗ്യാസ് ട്രബിളിന്, നെഞ്ഞിരിച്ചലിന്, കഫത്തിന്, എന്നിന് കൊറോണക്ക് വരെ മരുന്നായിട്ട് ഡോക്ടർമാർ ചെല്ലുന്നില്ലേ? നിങ്ങൾ കൊറോണ വന്നത് ഓർമ്മയില്ലേ? അല്ല ഇഞ്ചിട്ട തണ്ണി കുടിച്ചിട്ടേ? കഫം കലക്കും, കഫം എടുത്തു കളയും. ഇഞ്ചി വേണോ? ഇഞ്ചി എപ്പോഴും നല്ലതാണ്. ഇരിക്കട്ടെ, ഇനിയിപ്പോ ഇഞ്ചിന്റെ ആയത്തോ സ്വന്തം തോന്നണ്ട. ഏതായാലും ആദം നബി അലൈഹി സ്വലാം കരഞ്ഞപ്പോ ഇങ്ങനെല്ലാം ദുനിയാവിൽ ഉണ്ടായിന്. അപ്പൊ ആദം നബിന്റെ കരച്ചില്, ആദം നബി ബേജാറിൽ കരഞ്ഞെങ്കിലും ദുനിയാവിൽ നമുക്കതൊരു നിയമത്തായിട്ട് അള്ളാഹു തന്നു അല്ലെ? ആദം നബി അലൈഹി സ്വലാം കരഞ്ഞ് അവസാനം അള്ളാഹു പുറത്തത് എങ്ങനെ പറഞ്ഞ ദുആ, ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. പടച്ചോനെ സംഭവിച്ചു പോയി അല്ലാഹ്, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് നേരം തന്നെ ചെയ്തിട്ടില്ല, അങ്ങനെ ഇപ്പൊ ഒന്നാക്കി എന്താ നീ എന്ന് സമർത്ഥിക്കുന്നില്ല അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ, ഞങ്ങളുടെ ശരീരത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നാദാ നീ എങ്ങാനും ഞങ്ങൾക്ക് പുറത്തില്ലെങ്കിലും മാപ്പാക്കിയില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പിഴച്ചവരായി പോകുമല്ലാ, പരാജയപ്പെട്ടു പോകുമല്ലാ, അതുകൊണ്ട് പൊറുക്കല്ലാ. രണ്ടാൾക്കും അല്ലാഹു പൊറുത്തു. ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്തു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, നല്ല പോലെ കേട്ടോ. യൂനുസ് നബി അലൈഹിസ്സലാം, സുബ്ഹാനല്ലാഹ്, വദന്നൂനി ഇദ് ദഹബ മുആലിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ-ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു വനജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഒരു സുപ്രഭാതത്തിൽ പരീക്ഷിച്ചോ. യൂനുസ് നബി അലൈഹിസ്സലാമിന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നാടും വീടും മക്കളും എല്ലാം പോയി, നഷ്ടപ്പെട്ടു. അവസാനം കപ്പൽ അങ്ങനെ പോയിക്കൊണ്ടുണ്ടാകുമ്പോ കപ്പലുകാരെടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞു. യൂനുസ് നബിയെ മീന് മിഴുങ്ങി. ആ മീനിന്റെ പള്ളയിൽ പെട്ടുപോയ യൂനുസ് നബി അലൈഹിസ്സലാം
മത്സ്യവയറ്റിലെ പ്രവാചകൻ എന്ന അപരാഭിനാമത്തിൽ അറിയപ്പെട്ട നബിയാണ് നബിയുല്ലാഹി യൂനുസ് സാഹിബു ഹൂത്ത്. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ കിടന്നു, മത്സ്യത്തിന്റെ വയറ്റിലായി. മീനും വിഴുങ്ങാൻ കാരണമുണ്ട്, പണ്ണിയും വിഴുങ്ങിനല്ല. ഇത്രയെല്ലാം കഷ്ടപ്പാടെല്ലാം സഹിക്കേണ്ടി വന്നെന്നറിഞ്ഞ ആ മഹാൻ ജനങ്ങളെ ഇതേപോലെ വയലും ചൊല്ലിയിട്ട് ആയത്തു ഹദീസെല്ലാം ഓതിയിട്ട് ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ കൂടെ ഇല്ലേ? ആയി നിർത്താനായി, നിർത്താനായി എല്ലാം വയല് പറഞ്ഞു. ജനങ്ങൾ തീരെ മൈൻഡാക്കിയില്ല, അവർ ശ്രദ്ധിച്ചതേ ഇല്ല, അവർ അംഗീകരിച്ചില്ല, അവർ കല്ലെറിഞ്ഞു, അവർ ആക്ഷേപിച്ചു. അപ്പൊ യൂനുസ് നബിക്ക് ബേജാറ്. യൂനുസ് നബി എന്തൊക്കെയാണ്? അമ്പരിപ്പാക്കി. എങ്ങനെ അമ്പരിപ്പാക്കി? അള്ളാന്റെ വഹി വരുന്നതിന് പിന്നെ, അള്ളാന്റെ സമ്മതം കിട്ടുന്നതിന് പിന്നെ, അള്ളാന്റെ ഓർഡർ വരുന്നതിന് പിന്നെ യൂനുസ് നബി ചലേ ഗയ, നിക്കൽ ഗയ, വേറെ നാട്ടിലേക്ക് പോയി. പക്ഷെ അള്ളാന്റെ സമ്മതം കിട്ടണ്ടേ? അങ്ങനെ അമ്പരിപ്പാക്കാൻ കഴിയോ? സബുറ് വേണ്ടേ? വേണ്ടേ? അള്ളാന്റെ സമ്മതം വരുന്നതിന് മിന്നെ പോയി. പക്ഷെ അള്ളാഹു പരീക്ഷിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് കപ്പലിലുണ്ടായ മഹാനരെ എടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞത്. പണ്ടേയല്ല, കപ്പലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കപ്പൽ നേരെ ഉണ്ടായിന്, എന്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല. അതിന്റെ ഓയിൽ നോക്കിനി, ഇഞ്ചിന് നോക്കിനി, എല്ലാം ചക്കപ്പല്ലാക്കിന് ചന്തത്തിൽ പോയിക്കൊണ്ടുണ്ടായി. എന്തോ ചനി, കാലക്കേട്, നടുവിലേക്ക് എത്തുമ്പോ എന്തോ ലീക്കായി വെള്ളം വരാൻ തുടങ്ങി. അപ്പൊ എന്താക്കുന്ന, ഇനി വെള്ളം വരാൻ തുടങ്ങി. ഇഷ്ടംപോലെ ആളുണ്ട്, കെട്ടുമാറാപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ കപ്പിത്താൻ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞ്, ഇനിത് മുന്നേക്ക് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇതിൽ നിന്ന് കുറച്ച് ആൾ ചെയ്യണം, കുറച്ച് ചരക്കെങ്കിലും പുറത്തേക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങും അല്ല ഇങ്ങും അല്ല, ഗുളും നേരെ ഉള്ള. അപ്പൊ എന്താക്കുന്നതെന്ന് എല്ലാവരും കേട്ടെ. ഞാൻ തുള്ളുന്ന ആരും ചൊല്ലോ, എന്റെ കരിമ്പിന്റെ കെട്ടിന്റെ അടുത്ത് കടലിലേക്ക് എറിയുന്ന ആരും ചൊല്ലോ, ചിരിക്കണ്ട, ചൊല്ലോന്ന് ചൊല്ലോ, ചെല്ലല. എല്ലാരും എന്താക്കുന്ന എല്ലാരും കേട്ടോണ്ടിരിക്കുമ്പോ ഒരു മൂലയില് അള്ളാന്റെ ദിക്റിലായി, അള്ളാന്റെ ചിന്തയിലായിട്ടിരിക്കുകയായിരുന്നു മഹാനായ നബിയുല്ലാഹി യൂനുസ്. അയാൾ ഈ ഗൗജി കത്തലത്തേക്ക് ഒന്നും പോയില്ല. അയാൾ കൂടെ ലീക്കായതും അറിയാല, എന്താക്കുന്ന കേട്ടോണ്ടുള്ളതും അറിയാല. മഹാനർ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര അള്ളാന്റെ ദിക്റില. പിന്നൊരു വിഷയമുണ്ട്, ഈ മനുഷ്യന്മാരെ എതിർക്ക് പോയും കൊണ്ടല്ലേ നന്നം പാപ്പാവാൻ കയ്യ. നിങ്ങ ബഗ്ഗീന്ന് കണ്ടെങ്കിൽ ബഗ്യോന് 4 കുത്തി ഏറെ ഉമ്മ ഉയർന്ന് കേട്ടിട്ടേ. നന്നം ബഗ്ഗണ്ടാന്ന് ബഗ്യോന് 4 ഏറെ കണക്കിന്റെ ബഗ്യങ്ങ് മതി. നന്നും പാപ്പാവാനും കയ്യ. ഒരു ഇത്തിരി പാപ്പാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം നന്നും പാപ്പായിട്ട് കണ്ടിട്ടാകുമ്പോ ഓരെല്ലാരും തീരുമാനിച്ചെന്ന് പറഞ്ഞ എന്താക്കുന്നതിന് എന്താക്കണ്ട, അവനെടുത്താത് കിട്ടുന്നത് ആരെ? പിന്നെ അങ്ങനല്ലേ, പൈസക്കാരനൊക്കെ തന്നെ അല്ല ആള്. കുറച്ച് കട്ടിമുട്ടുണ്ടെങ്കിൽ ഓൻ്റെ ഒക്കെ തന്നെ ആള്, കുറച്ച് ഇതുണ്ടെങ്കിൽ ഓൻ്റെ ഒക്കെ തന്നെ ആള്, പൈസക്കാരാകുമ്പോ ഓൻ്റെ ഒക്കെ തന്നെ ആള്, രാജയ്ക്ക് വെമ്പളുണ്ടാകുമ്പോ ഓൻ്റെ ഒക്കെ തന്നെ ആള്, കുറച്ച് നാവുത്തുണ്ടെങ്കിൽ ഓൻ്റെ ഒക്കെ തന്നെ ആള്. പാപത്തിന്റെ ഓരൊക്കെ താരം ഉണ്ടാവേല, എല്ലാരും കൂട്ടിട്ട് ചെല്ലുവാനിട്ട് ഓരെല്ലാരും വന്ന് ഏറ്റിട്ട് ഒരേ ഇട്. പക്ഷെ ഇത് ഇട്ടത് അവർ ഇട്ടതാണെങ്കിലും ഇത് അള്ളാന്റെ പരീക്ഷണമാണ്. അള്ളാന്റെ ഓർഡർ കിട്ടുന്നതിന് മിന്നെ പോയത് കൊണ്ട് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്. പക്ഷേ ആ പരീക്ഷണത്തിൽ അള്ളാഹു താല പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു, ബുദ്ധിമുട്ടാക്കാൻ തീരുമാനിച്ചില്ല. അള്ളാന്റെ ഇഷ്ടപ്പെട്ട ആളല്ലേ, എന്നാലും ചെറിയ ഡോസ് കൊടുക്കണം. അങ്ങനെ ചെല്ലാണ്ട് പോകാൻ കഴിയ, അങ്ങനെ അമ്പരിപ്പാക്കാൻ കഴിയ. സബുറ് വേണോ, നാട്ടുകാർക്കോട് ചെല്ലണോന്ന് ഫസ്റ്റ് വേണം സബുറ്. അങ്ങനെ അമ്പരിപ്പാക്കി ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അള്ളാഹു ചെറിയൊരു ഡോസ് കൊടുത്തു. അങ്ങനെ കടലിലേക്ക് തുള്ളി എടുത്തിട്ടു. മീന് വിഴുങ്ങി. ചരിത്രം പറയുന്നുണ്ട്, ആ മീനിനെ പിന്നൊരു മീന് വിഴുങ്ങി. അതെങ്ങനെ ആ മീനിനെ പിന്നൊരു മീന് വിഴുങ്ങി? അതെങ്ങനെയാണ്? അത് ഫസ്റ്റ് വിഴുങ്ങിയത് മത്തിന്ന് കൂട്ടിക്കോ. മത്തിനെ അയില വിഴുങ്ങി, അയിലനെ ഏട്ടൻ വിഴുങ്ങി, ഏട്ടനെ അയക്കുറം വിഴുങ്ങി, അയക്കുറനെ തിമിങ്കിലും വിഴുങ്ങി. ആവാലോ, നാളെ മത്തി വിഴുങ്ങാൻ ചർച്ച വരുവാ? അല്ല, ഉദാഹരണം ചൊല്ലിയിട്ട് ഇവിടെ ആപത്താവാം. അല്ല, എല്ലായിടത്തും എല്ലാം ഉണ്ടെങ്കല്ല. ഞാൻ എനിക്ക് തിരിയാൻ വേണ്ടി ചെല്ലേ. ചരിത്രം പറയുന്നുണ്ട്, തഫ്സീറിന്റെ കിതാബിൽ കാണുന്നുണ്ട്, 40ഓളം മീന് വിഴുങ്ങി. 40ഓളം മീന് വിഴുങ്ങി. പക്ഷെ മീന് വിഴുങ്ങാൻ വേണ്ടി മാത്രമാണല്ലോ പറഞ്ഞത്. കടിച്ച് ചവച്ചരക്കാനോ കടിച്ചു തുപ്പാനോ അല്ലാഹു തആല മീനിനോട് പറഞ്ഞില്ല. ഇഷ്ടദാസനായ യൂനുസിന്, അല്ലാഹുവിന്റെ വിരിശപ്പെട്ട നബിനെ മീനിന്
മീനിന്റെ പള്ളയിൽ അല്ലാഹു ബാക്കിയാക്കി. ദിവസങ്ങളോളം പള്ളയിലാണ്, കടലിന്റെ ഉള്ളിലാണ്, ഇരുട്ടിലാണ് ദിവസങ്ങളോളം. പിന്നെയാണ് യൂനുസ് നബിക്ക് ബോധം വന്നത്. പടച്ച റബ്ബേ, ഞാൻ നിന്റെ സമ്മതം കിട്ടാതെ പോയത് ശരിയല്ല, ഞാൻ അമ്പരിപ്പാക്കിയല്ലോ, എനിക്ക് സബറില്ലാതെ പോയല്ലോ, നീ പൊറുക്കല്ലോ, മാപ്പാക്കല്ലോ. മീനിന്റെ പള്ളയിൽ വെച്ചിട്ട് അല്ലാഹു ദുആരന്നപ്പോ, കരഞ്ഞു ദുആരന്നപ്പോ അല്ലാഹു തആല ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മീനിനോട് പറഞ്ഞു, എന്റെ നബിനെ തുപ്പിക്കളേ. അങ്ങനെ പറഞ്ഞിട്ടാകുമ്പോ മീനതാ കടപ്പുറത്ത് തുപ്പിക്കളഞ്ഞു, ജീവനോടെയുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയാണ്, വദന്നൂനി, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, നീനവ നാട്ടുകാരനാണ് യൂനുസ് നബി. അതെ, വളരെ ദേഷ്യപ്പെട്ടിട്ട് അള്ളാനോട് ദേഷ്യപ്പെട്ടിട്ട് അയാൾ പോയി, സബറില്ലാതെ പോയി. നാട്ടുകാർ ചെല്ലെങ്കിൽ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അരസപ്പെട്ടിട്ട് പോയി. അള്ളാന്റെ സമ്മതം വരുന്നതിന് മുന്നേ പോയപ്പോ അങ്ങനെ പോയിട്ടാം എന്തായ അയാൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നു, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു. അവസാനം തെറ്റുബോധ്യമായ മഹാനർ മീനിന്റെ പള്ളയിൽ വെച്ചിട്ട് അല്ലാഹു പറയാണ്, ഫനാദാ ഫില്ലുലുമാതി, ഫനാദാ ഫില്ലുലുമാതി, ഫില്ലുലുമാതി, ഇരുട്ടുകളിൽ മഹാനർ ഞങ്ങളെ വിളിച്ചു. ഇരുട്ടുകൾ, ലുലുമാത്, ലുലുമാത്, ലുൽമത്ത് എന്നതിന്റെ ബഹുവചനമാണ് ലുലുമാത്. എന്നൊക്കെ ലുലുമാത്ത് ചെല്ലെങ്കിൽ, ലുൽമത്ത് ചെല്ലെങ്കിൽ ഇരുട്ട്, ലുലുമാത്ത് ചെല്ലെങ്കിൽ കുറെ ഇരുട്ട്. ലുൽമത്ത് സിംഗുലർ ഏകവചനം, ലുലുമാത് പ്ലൂറൽ ബഹുവചനം. മനസ്സിലായി? അപ്പൊ ഏതാണ് ആ കുറെ ഇരുട്ട്? ഏതെല്ലാം ഇരുട്ടിൽ മാൻ വിളിച്ചേ? അതെ, ഒന്ന് രാത്രിയുടെ ഇരുട്ട്, പിന്നൊന്ന് കടലിന്റെ വെള്ളത്തിന്റെ ഉള്ളിലെ ഇരുട്ട്, പിന്നൊന്ന് മീനിന്റെ പള്ളലെ ഇരുട്ട്. എത്ര ഇരുട്ട്? വനാദാ ഫില്ലുലുമാതി, ഇരുട്ടുകളിൽ ഞങ്ങളോട് ദുആരന്നപ്പോ എന്താ ദുആരന്നത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദുആരന്നപ്പോ ഫസ്തജബ്നാ ലഹു, അയാൾക്ക് ഞങ്ങൾ ഉത്തരം ചെയ്ത, വനജയ്നാഹു മിനൽ ഗമ്മി, അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തിയെന്ന് മാത്രമല്ല, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇതുപോലെ ദുആരുന്നെങ്കിൽ, ഇതുപോലെ ദിക്ർ ചൊല്ലിയെങ്കിൽ മുഅ്മിനീങ്ങളെയും ഞങ്ങൾ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ഈ പ്രയാസത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടങ്ങനെ ദുആ കൊണ്ട് അല്ലേ? അല്ലേ? ദുആ കൊണ്ട് ഒന്ന്. രണ്ടാമത് ദിക്ർ കൊണ്ട്. ഏതാണ് ദിക്ർ? ചൊല്ല്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നബി തങ്ങൾ പറഞ്ഞാണ്ട, ഖാല റസൂലുള്ളാഹി അലാ ഉഖ്ബിറുക്കും ബിശൈഇൻ ഇദാ നസല ബിറജുലിൻ മിൻകും കർബുൻ ഔ ബലാഉം മിൻ ബലാഇ ദുനിയാ. ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു തൊന്തര, എന്തെങ്കിലും ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു ബേജാറ് നിങ്ങൾക്കുണ്ടായെങ്കിൽ, നിങ്ങൾക്കതിൽ നിന്നിട്ട് മോചനം വേണമെങ്കിൽ ഞാനൊരു പരിഹാരം പറയാം, ഞാൻ പറഞ്ഞു തരട്ടെ. കാലോ സഹാബികൾ ചോദിച്ചു, നബിയെ ബലാ യാ റസൂലല്ലാഹ്, എന്താ നബിയെ പരിഹാരം പറഞ്ഞു തരോ? ഫഖാല, റസൂൽ പറഞ്ഞു, ഏത് പ്രയാസങ്ങളിൽ നിന്നോ, ഏത് മാനസികമായ ബേജാറിൽ നിന്നോ, ഏത് ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്നോ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതെ ദുആ ഉദിന്നൂ. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ദുആ നിങ്ങൾ ദുആരുന്നോളൂ, നിങ്ങൾക്കെല്ലാം അതിൽ നിന്ന് രക്ഷയുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇമാം ഇബ്നു നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ആ ദിക്ർ എപ്പോഴും പതിവാക്കണം, സലാത്ത് പതിവാക്കണം, നല്ലോണം ഖുർആൻ ഓതണം, കുടുംബബന്ധം ചേർക്കണം. അതുപോലെ തന്നെ നിസ്കാരം കളാക്കാതെ ആ വിഷയം ശ്രദ്ധിക്കണം. റമളാനൊക്കെ വരുമ്പോൾ എല്ലാം കൊണ്ടും ആ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അള്ളാഹു കബൂലാക്കട്ടെ. സഹോദരങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് നാളെയും പരിപാടിയുണ്ട്.
കൃത്യം 9 മണിക്ക് മുന്നേ തന്നെ തുടങ്ങും. ഒരു 11 മണിക്ക് മുന്നേ ആയിട്ട് തീർക്കുകയും ചെയ്യും. ഇന്ന് തുടക്കാനെ കൊണ്ട് കുറച്ച് അപ്പുറപ്പുറമെല്ലാം ആയിന്ന് മാത്രം. ഏതായാലും ബേം വന്നിട്ട് ബേം തീർക്കും പോലെ ആവും. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും വരിക. നാളെ ഇൻഷാ അല്ലാഹ് ഇർഷാദ് സേരി ഉസ്താദ് അനുഗ്രഹീത പണ്ഡിതനാണ്. എല്ലാവരും വന്നിട്ട് വിജയിപ്പിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി ദുആരക്കുന്നതാണ്. ദുആരുന്നിട്ട് സലാത്ത് ചെല്ലുമ്പോ നിങ്ങൾ എല്ലാവരും നിങ്ങൾ പറഞ്ഞു ഇപ്പൊ എണീക്കണ്ട. എല്ലാവരും പള്ളിൻ്റെ ഉള്ളിലുള്ളോറു, പള്ളിൻ്റെ പുറത്തുള്ളോറു, വലിയോറു, ചെറിയോറു, വയസ്സന്മാർ, ബാല്യക്കാര്, പിരിശപ്പെട്ട കുഞ്ഞുമക്കള് എല്ലാവരും വരണം. ആ വരുമ്പോ നിങ്ങളെ കയ്യിൽ അള്ളാഹ് തന്ന എന്തും ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്ന നീയത്തിൽ ഉദ്ദേശമെല്ലാം കരുതിക്കോളി. മരിച്ച ഉമ്മ വാപ്പാനെ മനസ്സിൽ കരുതിക്കോളി. തടിയിലുള്ള ഷുഗർ, പ്രഷർ, ഹാർട്ടിൻ്റെ രോഗം, സോക്കേട് എല്ലാം കരുതിക്കോളി. മക്കളെ പരീക്ഷ, എക്സാം എല്ലാം കരുതിക്കോളി. ഈമാനോടെയുള്ള മരണം എല്ലാം കരുതിയിട്ട് നല്ലൊരു പൈസ എന്റെ കയ്യിൽ തരണോ. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ഇനി പൈസ ഇല്ലേ സാരമില്ല, നിങ്ങൾ ബേജാറാണ്ട. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ കൊണ്ടുവന്ന് കൊടുത്തെങ്കിലായി. എന്നാലും നിങ്ങൾ ഇങ്ങൊന്ന് വരണം, ഒന്ന് മുസാഫാത്ത് ചെയ്യണം. ഇപ്പൊ കണ്ട എന്നെ നാളെ ചിലപ്പോ കണ്ടില്ലെന്ന് വരാ. ഇപ്പൊ കാണുന്ന നിങ്ങൾ നാളെ ചിലപ്പോ ഇല്ലെന്ന് വരാ. അള്ളാഹു ഞങ്ങൾക്ക് ആരോഗ്യവുമായി സുമേറ്റി തരട്ടെ. അമ്മിഞ്ഞാജി നമ്മളെ മാജി അധ്യക്ഷർ ബഹുമാനപ്പെട്ട അമ്മിഞ്ഞാജി മാഷാ അല്ലാഹ് ഒരു 1050 ഉറുപ്പ മരണപ്പെട്ടു പോയവരുടെ പേരിൽ പ്രത്യേകം ദുആരക്കാനും വേറെ എല്ലാ കാര്യങ്ങൾക്കും ദുആരക്കാനും ഇവിടെ സംഭാവന തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ കുടുംബക്കാരുടെ ഹളറത്തിലേക്ക് അതിന്റെ കൂലി അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അമ്മുഞ്ഞാജിക്കും കുടുംബത്തിനും അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് ഏറ്റി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ മദനി ഉസ്താദ്, ഫാറൂഖ് ഉസ്താദ്, മരിച്ചുപോയ ഉപ്പാടക്കമുള്ള വേണ്ടപ്പെട്ടവർക്ക് ദുആരക്കാൻ ഒരു 500 രൂപ. അള്ളാഹുവേ നീ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ ഹളറത്തിലേക്ക് അതിന്റെ കൂലി എത്തിച്ചു കൊടുക്കണമല്ല. അവരുടെ ഖബർ നീ വിശാലമാക്കണമല്ല. ഫാറൂഖ് ഉസ്താദിനും കുടുംബത്തിലുള്ളവർക്കൊക്കെയും നീ ആരോഗ്യമുള്ള ദീർഘായുസ്സ് ഏറ്റി കൊടുക്കണം തമ്പുരാന്. പ്രവാസി ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. നമ്മൾ ഈ പ്രാഴ്ച മരണപ്പെട്ടു പോയ മോക്ക് വേണ്ടി പ്രത്യേകിച്ചും മറ്റു പലർക്കും ദുആരക്കാൻ വേണ്ടിയിട്ട് ഒരു 501 രൂപ പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ. ഇബ്രാഹിച്ചാന്റെ മകളുടെ ഖബറിലേക്ക് അതിന്റെ കൂലി നീ എത്തിച്ചു കൊടുക്കറബേ. അത് കണ്ടിട്ട് സന്തോഷിക്കുന്നവരവസ്ഥ നീ ആ മകൾക്ക് നൽകണേ തമ്പുരാന്. മുറാദ് ഹാസിലാക്കണം തമ്പുരാന്. ഇബ്രാഹിച്ചാക്കും കുടുംബത്തിനും ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണം തമ്പുരാന്. കുഞ്ഞിച്ച ദുആരക്കാൻ വേണ്ടിയിട്ട് ഒരു 500 രൂപ പടച്ചോന കുഞ്ഞിച്ചാന്റെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. കുഞ്ഞിച്ചാക്കും കുടുംബത്തിന് നീ ആരോഗ്യമുള്ള ദീർഘായുസ്സ് ഏറ്റി കൊടുക്കണം തമ്പുരാന്. ആഖിബത്ത് സലാമത്താക്കണം തമ്പുരാന്. തന്നതിലും ബാക്കി വെച്ചതിലും നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാന്. നമ്മളെ ഹസൈനാർ സാഹിബ് മരിച്ചുപോയ ഉമ്മ വാപ്പ വേണ്ടപ്പെട്ടവർക്ക് ദുആരക്കാൻ ഒരു 500 രൂപ പടച്ചോനെ നീ അതിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഹസൈനാർ ചാക്കും കുടുംബത്തിന് നീ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണേ. ആമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമറഹ്മാനായ രാജസയ്യിദായ മുൽക്കുൽ ജബ്ബാറായ തമ്പുരാനെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാ. നാഫിയായ ഇൽമാക്കണേ അല്ലാ. പറഞ്ഞ എനിക്കും കേട്ടവർക്ക് നീ ഉപകാരപ്പെടുത്തണേ അല്ലാ. പറഞ്ഞ എനിക്കും കേട്ടവർക്ക് നീ ഉപകാരപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഇൽമ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ അമല് നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ഇബാദത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ആരോഗ്യം നന്നാക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നന്നാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ വാപ്പ വേണ്ടപ്പെട്ടവർക്ക്, ഞങ്ങളെ കുടുംബത്തിലുള്ളവർക്ക്, ഞങ്ങളെ ഭാര്യ മക്കൾക്ക്, സഹോദരി സഹോദരന്മാർക്ക്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക്, പ്രത്യേകിച്ച് എനിക്കും മറ്റു ഉസ്താദുമാർ വേണ്ടപ്പെട്ടവർക്കൊക്കെയും ഭക്ഷണം തന്ന ഞങ്ങളെ മാജി സെക്രട്ടറി ബഹുമാനപ്പെട്ട അബൂബക്കറാജിന്റെ വീട്ടുകാർക്കും, അതുപോലെ തന്നെ ഞങ്ങളെ പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികള്, ഞങ്ങളെ യൂത്ത് ഫെഡറേഷന്റെ മെമ്പർമാര്, ഞങ്ങളെ പരിപാടിക്ക് വേണ്ടി വന്ന് സംബന്ധിച്ച നാട്ടുകാർ, മറുനാട്ടുകാർ, സഹോദരി സഹോദരന്മാര്, ദുആരക്കണോ എന്ന് വസിയ്യത്ത് പറഞ്ഞവര് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. കണ്ണടക്കുന്നത് വരെ നീ ആരോഗ്യമേറ്റിതാ അല്ലാ. മരിക്കുന്ന വരെ നീ ഞങ്ങളെ ഒരാൾക്കും പിടിച്ചലാക്കരുത് അല്ലാ.
ഭാരമാക്കരുത് അല്ലാ. പടച്ചവനെ, ഞങ്ങളെ കച്ചവടം, ജോലി, ബിസിനസ്സുകളിൽ, ഞങ്ങളെ ഭാര്യ മക്കളിൽ, ഞങ്ങളെ വീട് പറമ്പുകളിൽ, ഞങ്ങളെ വാദി നസീഹത്തുകളിൽ, ഞങ്ങളെ തഅല്ലുമ തഅലീമുകളിൽ, ഞങ്ങളെ യാത്രകളിൽ, ഞങ്ങളെ ഓരോന്നിലും നീ ബർക്കത്ത് ചെയ്യല്ലാ. ഖൈറും ബർക്കത്തും ഏറ്റിതാ അല്ലാ. നിന്നെ മറന്നു കളയാത്ത, നിന്നിലേക്ക് ഏറെ അടുപ്പിക്കുന്ന, നിന്റെ ദീനിന് ഇതുപോലെയുള്ള നൽകാര്യങ്ങൾക്ക്, സമുദായത്തിന്, സ്വന്തത്തിന് ഒക്കെയും ഉപകാരപ്പെടുന്ന മുതല്, സമ്പത്ത്, ജോലി, കൂലി എല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. തന്നതിൽ നീ ബർക്കത്ത് ചെയ്യല്ലോ, തന്നതിൽ നീ ബർക്കത്ത് ചെയ്യല്ലോ. പടച്ചോനെ, കൊടുത്തതിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ ശമ്പളം, ഞങ്ങളെ കൂലി, ഞങ്ങളെ പൈസ അത് മരുന്നിന് ചെലവാക്കപ്പെടേണ്ട ഗതികേട്, അത് അനർഹരുടെ കയ്യിൽ പെട്ടുപോകേണ്ട ഗതികേട് നീ ഒരിക്കലും വരുത്തരുത് അല്ലാ, വരുത്തരുത് അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഈ പറയപ്പെട്ടവരുടെ, ഞങ്ങളെ ഉമ്മവാപ്പമാരുടെ, ഞങ്ങളെ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവരുടെ എല്ലാ മുഅ്മിനീന മുഅ്മിനാത്തുകളുടെയും ഖബർ നീ വിശാലമാക്കല്ലോ, സ്വർഗപൂങ്കാവനമാക്കല്ലോ, സ്വർഗം പിന്നെ ഖബർ വിശാലമാക്കല്ലോ. അവരെയും ഞങ്ങളെയും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുഖലോക സ്വർഗത്തിൽ അവിടുത്തെ ശഫാഅത്തിൽ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് റമളാൻ വരാൻ വേണ്ടി പോവുകയാണ്. നല്ല പോലെ കാണാനും ഉൾക്കൊള്ളാനും അനുഭവിക്കാനും അമലുകളെ കൊണ്ട് ധന്യമാക്കാനുമുള്ള ആരോഗ്യം, ആയുസ്, ഭാഗ്യം, തൗഫീഖ് എല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളി, മദ്രസകൾ, ദീനി സ്ഥാപനങ്ങൾ, ഇതുപോലെയുള്ള നൽകാര്യങ്ങൾ ഖിയാമത്ത് വരെ നിലനിർത്തണേ അല്ലാ, ഖിയാമത്ത് വരെ നിലനിർത്തണേ അല്ലാ. സഹായിച്ചവര്, സഹകരിച്ചവര്, നേതൃത്വം കൊടുത്തവര്, ഇന്നലകളിൽ നേതൃത്വം കൊടുത്തു പോയവര്, വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെയും നൽകിയ അഭിമന്യ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് ശാഫിഈ അടക്കമുള്ളവര് നീ അനുഗ്രഹിക്കണേ അല്ലാ. ആയുസ്സും ആരോഗ്യവും ഏറ്റിക്കൊടുക്കല്ലാ. നല്ല സൗണ്ട് ഒരുക്കി തന്ന പരിപാടിയെ ചന്തമാക്കാൻ സഹകരിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട താജിന്റെ ഓപ്പറേറ്റർ, മൈക്ക് സെറ്റിന്റെ ആൾക്കാർ, അവർക്കൊക്കെ നീ ഖൈറ് നൽകണം തമ്പുരാന്. അവരുടെ വീട് പറമ്പില്, ജോലി, മക്കളില് എല്ലാത്തിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ അഭിമന്യ സുഹൃത്ത് പ്രിയപ്പെട്ട നാസർ വർലമ്പാട്, അവന്റെ ഉമ്മാവും അങ്ങനെ കുറെ ദൂരത്തുള്ള വേലകക്കാൻ പലയിടത്തും പോലുണ്ടെന്ന് പറയുന്ന കേട്ട് അല്ലാഹുവേ ആയുസ്സും ആരോഗ്യം ഏറ്റിക്കൊടുക്കല്ല. വരുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ വിളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ചായയും സൽക്കാരവും എല്ലാം തന്ന് ഞങ്ങളെ വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച, ഞങ്ങളെ നല്ല നിലക്ക് സൽക്കരിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ബഹുമാനപ്പെട്ട കൗസരി ഉസ്താദ്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് സുൽത്താൻ രഞ്ജലാടി, ഞങ്ങൾക്കൊക്കെ അറിയുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹത്തെ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞത് കൊണ്ടും ദുആരക്കുകയാണ്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളെ നാട്ടിലുള്ള വല്ലക്കാരെ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അവരുടെ കൂട്ടായ്മയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ അസ്ലിഹ്നാ അസ്ലിഹ് ഉമ്മത മുഹമ്മദിൻ. اللهم ارحمنا وارحم أمة محمد. اللهم انصرنا وانصر أمة محمد. اللهم عافنا وعاف أمة محمد. اللهم اشفنا واشف أمة محمد. اللهم استرنا واستر عن أمة محمد. اللهم أد ديوننا وديون من نويناهم وديون من نويناهم وديون أمة محمد. اللهم اجمع بيننا وبين المسلمين في دارك دار الأمان مع نبينا محمد صلى الله عليه وسلم. ഉദ്ദേശങ്ങളും മുറാദുകളെല്ലാം കരുതിക്കോളി, കടങ്ങൾ കാര്യങ്ങളെല്ലാം കരുതിക്കോളി, തടിയിലുള്ള രോഗങ്ങൾ വിഷമങ്ങളെല്ലാം കരുതിക്കോളി. എല്ലാം കരുതിയിട്ട് അള്ളാഹു എല്ലാം ചന്തത്തിലാക്കണോ, അള്ളാഹു എല്ലാം എളുപ്പത്തിൽ പൂർത്തിയാക്കണോ, അള്ളാഹു റാഹത്തിൽ ശിഫയാക്കണോ എന്ന് കരുതിയിട്ട് എന്റെ കൂടെ ചെല്ല്, ഇരുന്നിട്ട് ചെല്ല് 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 യാ ലത്തീഫ് ചെല്ല്. യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ്
يا يا لطيف 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 يا لطيفا بالعباد. ബഹുമാനികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ എപ്പോഴും ദുആരക്കുമ്പോൾ ആ നല്ല ദുആകളിൽ, ആ നല്ല പ്രാർത്ഥനകളിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും ആ ദുആയിൽ ചേർക്കണം, കൂട്ടണം. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ദുആയിൽ എപ്പോഴും നിങ്ങളും ഉണ്ടാവും. അല്ലാഹു സ്വാലിഹീങ്ങളുടെ ദുആയിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വലിയവരായ നേതാക്കൾ, പ്രായമുള്ളവർ, പിരിശപ്പെട്ട ബാല്യക്കാർ, സ്നേഹനിധികളായ കുഞ്ഞുമക്കൾ എല്ലാവരും വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല തന്നത് അല്ലാഹ് എന്ന നിയ്യത്തിൽ തടിയിലുള്ള രോഗം, കാര്യം, മുറാദ്